ആയിട്ട് സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകി അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനാണ് സർക്കാർ സംവിധാനങ്ങളുടെ തീരുമാനം. ഇത് പാളിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈസ്റ്ററിനും ഇലക്ഷനും ഒക്കെ കഴിഞ്ഞായിരിക്കും പലർക്കും മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷനൊക്കെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. മാർച്ച് 31 സാമ്പത്തിക വർഷ ക്ലോസിംഗ് അവധിയും ഏപ്രിൽ ആദ്യ ദിനങ്ങളിൽ തുടർച്ചയായിട്ട് ബാങ്ക് അവധിയും വരുന്നതിനാലാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുവാൻ പലർക്കും താമസം നേരിടുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സർക്കാർ അറിയിച്ച വിവരമനുസരിച്ച് മാർച്ച് 25 ബുധനാഴ്ച മാർച്ച് മാസത്തെ 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കേണ്ടതായിരുന്നു. ചൊവ്വാഴ്ച 3700 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഫെബ്രുവരി മാസത്തിൽ 25-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസ പെൻഷൻ വിഷു പ്രമാണിച്ച് മാർച്ച് 31 വിതരണം ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ മാർച്ച് 25 സർക്കാർ ക്ഷേമ പെൻഷന്റെ വിതരണം നടത്താത്തതിന് പകരം മാർച്ച് മാസത്തെ പെൻഷനും ഏപ്രിൽ മാസത്തെ പെൻഷനും ഒന്നിച്ച് ചേർത്ത് മാർച്ച് 31 4000 രൂപയായിട്ട് വിതരണം ചെയ്യുവാനാണ് തീരുമാനമെടുത്തിരുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ ക്ലോസിംഗ് തീയതിയാണ് മാർച്ച് 31. കൂടാതെ ഏപ്രിൽ 1-ാം തീയതി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിനാൽ ബാങ്ക് ഹോളിഡേ ആണ്. ഏപ്രിൽ 2 പെസഹ വ്യാഴം പ്രമാണിച്ച് ബാങ്ക് ഹോളിഡേ ആണ്. ഏപ്രിൽ 3 ദുഃഖവെള്ളി പ്രമാണിച്ചും ബാങ്ക് ഹോളിഡേ ആണ്. പിന്നീട് 4-ാം തീയതി ശനിയാഴ്ചയാണ് ബാങ്ക് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ 31 വിതരണം ആരംഭിച്ചാലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ അത് സ്വീകരിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഈസ്റ്ററിന് ശേഷമൊക്കെ ആയിരിക്കും തുക എത്തിച്ചേരുന്നത്. ഓരോ മാസത്തെയും പ്രത്യേകമായിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത്. മാർച്ചിലെ 2000 രൂപ ക്രെഡിറ്റ് ആയി മണിക്കൂറുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ആയിരിക്കും ഏപ്രിൽ മാസത്തെ 2000 രൂപ ക്രെഡിറ്റ് ആകുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക ക്രെഡിറ്റ് ആയോ 1-2 ദിവസം കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ വീടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത്. ഓരോ പ്രദേശത്തെയും പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ ബാങ്കുകളിലേക്ക് മാർച്ച് ഏപ്രിൽ എന്നീ 2 മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക എത്തി വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റും തയ്യാറാക്കി അതിനുശേഷമായിരിക്കും ജീവനക്കാർ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടി 2 ദിവസത്തെ താമസം ഉണ്ടായിരിക്കുന്നതാണ്. വീടുകളിലേക്ക് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് 4000 രൂപയായിട്ടായിരിക്കും നൽകുന്നത്. ബാങ്ക് അവധിയും ദുഃഖവെള്ളിയും എല്ലാം വരുന്നതിനാൽ തന്നെ ഈസ്റ്ററിന് മുൻപ് എല്ലാ വീടുകളിലേക്കും ക്ഷേമ പെൻഷന്റെ വിതരണം എത്തിച്ചേരുന്നതല്ല. മാത്രവുമല്ല, വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം പൂർത്തീകരിക്കുവാൻ 7 മുതൽ 9 ദിവസം വരെ സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. അതിനാൽ തന്നെ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന കുറെ പേർക്കെങ്കിലും ഏപ്രിൽ 9 ഇലക്ഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിലായിരിക്കും മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുന്നത്. അതുപോലെ ക്ഷേമ പെൻഷൻ തുകയിലെ കേന്ദ്രവിഹിതമായിട്ടുള്ള 200 മുതൽ 500 വരെ ഉള്ളവർക്ക് ആ ഒരു തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിക്കുന്നുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് സാധാരണ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ PFMF സംവിധാനം വഴി ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര വിഹിത തുക എത്തുന്നത്. ഇത്തവണ 2 മാസത്തെ പെൻഷനുകൾ നൽകുന്നതിനാൽ 400 മുതൽ 1000 രൂപ വരെ ആയിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു തുകയും ഈസ്റ്റർ ഇലക്ഷനും ഒക്കെ കഴിഞ്ഞായിരിക്കും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യതയുള്ളത്. ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 9 മുഴുവൻ പേർക്കും ക്ഷേമ പെൻഷൻ തുക എത്താതിരിക്കുന്ന സാഹചര്യം ഉള്ളത് പരിഗണിച്ച് മാർച്ച് 30 തിങ്കളാഴ്ച മുതൽ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മാർച്ച് 30 തിങ്കളാഴ്ച ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുകയാണ് എങ്കിൽ അക്കാര്യം കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.